നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ഈ വോട്ടിൻ്റെ ഒരു വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ പൗരത്വം തെളിയിക്കുന്നൊരു സംഭവം കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ അതിർത്തിയിൽ നമ്മുടെ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ട് പാകിസ്ഥാനിൽ ഒരു ഭാര്യയും നമ്മളെ ഇന്ത്യയിൽ ഒരു ഭാര്യയും ഒക്കെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കശ്മീർ അതിർത്തിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ട് നമ്മളെ ഇന്ത്യയിൽ എത്രമാത്രം ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന കണക്കും ഇതിനാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള ഭാഗത്തു കൂടെ പുറത്തുനിന്ന് എത്ര ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് എന്നറിയാനും കൂടി ഇത് ഉപകരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമിതമായിട്ടുള്ള ഈ ജനപ്പെരുപ്പം ഉണ്ടോ, അതായത് ഈ ഉള്ള ജനപ്പെരുപ്പം തന്നെയാണോ ഈ പറയുന്നത് 144 കോടി അല്ലെങ്കിൽ 150 ലക്ഷം 100 കോടി 150 കോടി ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്കെടുപ്പാണ് ഈ സെൻസസ് ശരിയാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ ഗൾഫിലേക്ക് പോകുന്നുണ്ട്. ചില ബംഗ്ലാദേശികൾ, ബംഗാളിലുള്ളവരൊക്കെ. അപ്പോൾ അവർ അതിർത്തി നുഴഞ്ഞു കയറിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നാൽ പിന്നെ അബ്ദുൽ ഖാദറായി, പിന്നെ ഉസ്മാനായി, ഉസ്മാനിക്കായി ഒക്കെ ആയി. ഇവിടെ വന്നാൽ യഥാർത്ഥ ഹിന്ദുവായി. അപ്പോൾ സംഭവിക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ പുറം രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് എത്രമാത്രം ആളുകൾ വിഷപ്രചന്നരായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇന്ത്യയിൽ ജനിക്കാത്തവർ എത്ര ആളുണ്ട്, ഭൂമിയില്ലാത്തവർ എത്ര ആളുണ്ട്, വോട്ടവകാശമില്ലാത്തവർ എത്ര ആളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ഇതിനാൽ കണക്കാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയുള്ള ആധികാരികമായിട്ടുള്ള ഈ പ്രൂഫുകളുണ്ട്, ഇതെല്ലാം നോക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കടലാസുകൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കടലാസ് തയ്യാറാക്കാൻ വേണ്ടി കടലാസ് ഇട്ട് നിങ്ങൾ വീട്ടിൽ അതാത് ആളുകൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ അഡ്രസ്സും അതിൽ ക്ലിയറായിട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഇത് അപേക്ഷ നമുക്ക് കൊടുക്കാം. രണ്ടാമത് ഈ അപേക്ഷയിൽ ഞാനില്ല, ഇതിനെ ക്ലിയറാക്കി തന്നെ പറഞ്ഞിട്ട് രണ്ടാമതൊരു അപേക്ഷ നമുക്ക് കൊടുക്കാം. മൂന്നാമത് നമുക്ക് നമ്മളെ അതാത് ജില്ലയുടെ കോഓർഡിനേറ്ററായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ അഡ്രസ്സൊക്കെ അതിൽ നിന്ന് പോയിരിക്കുകയാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് ഇതാണ്, എൻ്റെ ഉമ്മാൻ്റെ പേര് ഇതാണ്, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരുടെ പേര് ഇതാണ്. ഇതൊക്കെ വ്യക്തമായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ഈ വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലല്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് എന്തായാലും ഈ ഒരു സെൻസസിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തന്നെയാണ്. ഇത് കുറച്ച് കാലം മുമ്പ് ഇങ്ങനെ ഒരു സെൻസസ് നടന്നിരുന്നു. അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സെൻസസാണിത്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കള്ളവോട്ട് ചെയ്യുന്നതെന്ന്, എത്ര ആൾ ഇവിടെ മരണപ്പെട്ടു പോയി, ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അരി വാങ്ങുന്നുണ്ടോ, ആരൊക്കെയാണ് BPL, ആരൊക്കെയാണ് APL, ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. അല്ലാതെ കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളതിന് ഭയപ്പെടേണ്ടൊന്നും ആവശ്യം അവിടെ ഉദിക്കുന്നില്ല. നമ്മളല്ല ഭയപ്പെടേണ്ടത്. ഇവിടെ ഇന്ത്യയിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.